തൃശൂർ പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസ് പ്രത്യേക സംഘം അന്വേഷിക്കും. കവർച്ച നടത്തി രക്ഷപ്പെട്ട പ്രതി സംസ്ഥാനം വിട്ടു എന്ന സംശയത്തിലാണ് പോലീസ്. ഇതേ തുടർന്ന് തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മോഷ്ടാവ് സഞ്ചരിച്ച വാഹനം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, ഇതുവരെയും മോഷ്ടാവിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ തരത്തിൽ ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം ഇതിനായി ഊർജിതമാക്കിയിട്ടുള്ളത്? സംഗീത, മോഷ്ടാവിനെ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തുകയും അന്വേഷണ സംഘത്തെ വിപുലീകരിക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. തൃശൂർ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. റേഞ്ച് DIG S ഹരിശങ്കർ മേൽനോട്ടം വഹിക്കുന്നു. പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ ചാലക്കുടി DYSP K സുമേഷാണ്. സുമേഷിൻ്റെ കീഴിൽ 25 അംഗങ്ങളുള്ള പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കുന്നത്. 4 CIമാരും 5 സബ് ഇൻസ്പെക്ടർമാരും അടക്കം മുഴുവൻ ക്രൈം സ്ക്വാഡും അതോടൊപ്പം തന്നെ സൈബർ സ്ക്വാഡും അടക്കമുള്ള ഉദ്യോഗസ്ഥർ 25 പേരാണ്. ഇവർ സംസ്ഥാനം വ്യാപകമായി തന്നെ പരിശോധനകളും അന്വേഷണവും നടത്തുകയാണ്. പ്രധാനമായും കേരളത്തിന് വെളിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം വിപുലപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിച്ചു വരുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും ആരംഭിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും നടത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. അതോടൊപ്പം ചാലക്കുടിയിലെയും എറണാകുളത്തെയും ഒക്കെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളും അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CCTV ദൃശ്യങ്ങളാണ്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പ്രതി സഞ്ചരിച്ചിട്ടുള്ള വഴിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ ധാരണ ലഭിച്ചിട്ടുണ്ട്. ഇയാൾ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനാണ് സാധ്യത എന്നുള്ളതാണ് ആദ്യ അനുമാനം അന്വേഷണ സംഘത്തിൻ്റെ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രത്യേകമായ CCTV ക്യാമറകൾ നിരീക്ഷിക്കുന്നതിനും മറ്റുമായി പ്രത്യേക സംഘത്തെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി നിയോഗിച്ചിട്ടുണ്ട്. ഇനിയൊരു സാധ്യത കേരളം വിട്ട് ട്രെയിൻ മാർഗം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റും പോകാനുള്ളതാണ്. അത്തരത്തിലുള്ളൊരു അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരം പരിശോധനകൾ നടക്കുന്നത്. ഏതായാലും അന്വേഷണ സംഘം വിപുലപ്പെടുത്തുകയും പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ട് മണിക്കൂറുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശ സൂചന ലഭിച്ച പ്രതിയെ വേഗത്തിൽ പിടിയിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തൃശ്ശൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവിയോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്, വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിയെ കണ്ടെത്തുന്നതിന് മുൻപ് ഒട്ടേറെ ക്രോസ് ചെക്കുകൾ പല കാര്യങ്ങളിലായി നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കസ്റ്റഡി അല്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ള നടപടികളിലേക്ക് കടക്കുക. ഒട്ടേറെ സംശയങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രതി ഉപയോഗിച്ച വസ്ത്രം, ഒരു ജാക്കറ്റ്, അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതേത് നിലയിലും അയാൾക്ക് എളുപ്പത്തിൽ ആളുകൾക്കിടയിലൂടെ വാഹനത്തിൽ തന്നെ സഞ്ചരിച്ച് രക്ഷപ്പെടാൻ സാധിക്കും. ബാഗ് അടക്കമുള്ള സംഗതികൾ വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചാൽ ഇയാളെ അത്ര എളുപ്പത്തിൽ ഈ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയ അടയാളങ്ങൾ സഹിതം തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. അതുതന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിലുള്ളതെങ്കിലും മറ്റ് ഘടകങ്ങൾ കൂടി, പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കൂടി അത്തരത്തിലുള്ള നിലയിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ബാങ്കിൽ നിന്നും കവർന്ന പണമാണ്. ഇതിൻ്റെ സീരിയൽ നമ്പർ അടക്കം പരിശോധിച്ചുകൊണ്ട് ഇത് എവിടെയെങ്കിലും വിനിമയം ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കുറ്റമറ്റ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഈ രക്ഷപ്പെട്ട പ്രതിയെ കണ്ടെത്തുക പോലീസിന് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എങ്കിൽ പോലും അത് വേഗത്തിൽ പൂർത്തീകരിക്കും. പ്രതിയെ പിടികൂടുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ കൃത്യമായും പറയുന്നത്. അതിന് എത്ര സമയം കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള ചോദ്യത്തിനാണ് നമുക്ക് മുന്നിൽ ഉത്തരം ലഭിക്കേണ്ടത്. സംഗീത. ശരി ലെവിൻ.